വെള്ളക്കുപ്പികൾ സൂക്ഷിച്ചതിന് ഡ്രൈവറെ സ്ഥലം മാറ്റിയ നടപടിയിൽ കെഎസ്ആർടിസിയോട് ചോദ്യങ്ങളുമായി ഹൈക്കോടതി. ബസിന്റെ മുൻവശത്തു നിന്ന് ലഭിച്ചത് മദ്യക്കുപ്പിയല്ലല്ലോ. അച്ചടക്ക വിഷയത്തിൽ എപ്പോഴും സ്ഥലം മാറ്റമാണോ പരിഹാരമെന്നും കോടതി ചോദിച്ചു. ബസ്സുകൾ വൃത്തിയായി കൊണ്ടുനടക്കാൻ ജീവനക്കാരന് ഉത്തരവാദിത്വമുണ്ടെന്ന് കെഎസ്ആർടിസിയും മറുപടി നൽകി. അച്ചടക്ക നടപടിക്കുള്ള കെഎസ്ആർടിസിയുടെ അധികാരത്തിൽ സംശയമില്ലെന്ന് പരാമർശിച്ച കോടതി ഡ്രൈവർ ജെയ്മോൻ ജോസഫിന്റെ ഹർജി വിധി പറയാനായി മാറ്റി. അഹമ്മദ് മുസ്തഫ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. മുസ്തഫ, ഇത് എപ്പോഴായിരിക്കും ഇതിന്റെ വിധി പറയുക? ഇന്ന് എന്തൊക്കെ നിരീക്ഷണങ്ങൾ, എന്തൊക്കെ ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി? ഇന്ന് പ്രധാനമായി ജെയ്മോൻ ജോസഫിന്റെ ഹർജിയിൽ പ്രധാനപ്പെട്ട വാദങ്ങളാണ് നടന്നത്. ജെയ്മോൻ ജോസഫ് കുറെ അധികം കാര്യങ്ങൾ കോടതിയെ അറിയിച്ചു. അതിന് മറുപടിയായി കെഎസ്ആർടിസി ഇന്നലെ തന്നെ നൽകിയ സത്യവാങ്മൂലത്തിൽ വിശദീകരണത്തിൽ സംബന്ധിച്ചു കെഎസ്ആർടിസിയുടെ വാദവും ഇന്ന് കോടതിയിൽ നടന്നു. പ്രധാനമായും ജെയ്മോൻ ജോസഫ് വാദിച്ചത് മണിക്കൂറുകൾ നീണ്ട യാത്രയാണ്, സ്വാഭാവികമായും വെള്ളം കുടിക്കേണ്ടി വരും. ഇടയ്ക്ക് വെച്ച് വണ്ടി നിർത്തി വെള്ളം കുടിക്കുമ്പോൾ സ്വാഭാവികമായും യാത്രയുടെ സമയനഷ്ടമൊക്കെ ഉണ്ടാകും. അതൊക്കെ കണക്കാക്കിക്കൊണ്ടാണ് സാധാരണഗതിയിൽ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ ഡ്രൈവർമാർ വെള്ളക്കുപ്പികൾ കൊണ്ടുപോകാറുണ്ട് എന്നൊരു കാര്യം പറഞ്ഞു. മാത്രമല്ല, മന്ത്രി ഇങ്ങനെ വാഹനം തടഞ്ഞത് തന്നെ കുറ്റകരമാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം അത് തടയുകയും ഒക്കെ ചെയ്യുന്നത് സാധാരണഗതിയിൽ മറ്റു ആളുകൾ, പൊതുജനങ്ങളൊക്കെ ചെയ്താൽ അത് കുറ്റകരമാകുന്ന ഒരു കുറ്റം ആണ് മന്ത്രി ചെയ്തിരിക്കുന്നത്. പക്ഷെ പോട്ടെ, ഒരു മന്ത്രിയാണ് എന്നുള്ള നിലയ്ക്ക് അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടികൾ ഉണ്ടായിട്ടില്ല. പക്ഷെ അതിന്റെ പേരിൽ ഇത്രയും മാധ്യമങ്ങളെയൊക്കെ വിളിച്ചുകൂട്ടി തന്നെ അപമാനിക്കുന്നത് തുല്യമാണ്. മാത്രമല്ല, ഈ സ്ഥലം മാറ്റം എന്ന് പറയുന്നത് ആ ഉത്തരവിൽ പറയുന്നത് ഭരണപരമായ സൗകര്യത്തിന് വേണ്ടിയുള്ള ഒരു സ്ഥലം മാറ്റമെന്നാണ്. പക്ഷേ താൻ ഒരു ഡ്രൈവർ മാത്രമാണ്, എങ്ങനെയാണ് അത് ഭരണപരമായ സൗകര്യമാവുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ജെയ്മോൻ ജോസഫിൽ കോടതിയിൽ വാദിച്ചു. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്ന സ്ഥലം മാറ്റം നിയമപരമല്ല, അത് നിലനിൽക്കില്ല. അതുകൊണ്ട് ആ ഉത്തരവ് റദ്ദാക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കെഎസ്ആർടിസി ഇതിനെ മറുപടിയായി പറഞ്ഞത്, ഇത് സാധാരണഗതിയിൽ ഇത്തരത്തിൽ ബസ്സുകളിൽ അലക്ഷ്യമായി കുപ്പികൾ വലിച്ചെറിയുക, ഡ്രൈവർമാർ അവരുടെ കൈവശമുള്ള തോർത്ത്, ഷർട്ട്, മറ്റു വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കാറുള്ളത് പതിവുണ്ട്. അത് ആ ശീലമെല്ലാം മാറ്റി കെഎസ്ആർടിസിയെ കൂടുതൽ അട്രാക്റ്റീവാക്കി, കൂടുതൽ ജനങ്ങളെ, യാത്രക്കാരെ ആകർഷിക്കുന്ന തരത്തിലേക്ക് മാറ്റാനുള്ള നടപടികൾ, ഒരു ഹരിതചട്ടം ഉൾപ്പെടെ പാലിച്ചുകൊണ്ട് ആ രൂപത്തിലേക്ക് കെഎസ്ആർടിസി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പാലിക്കാൻ എല്ലാവരും നിർബന്ധിതരാണെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും കോടതി രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ കേട്ടു. ഒപ്പം തന്നെ കോടതി ചില പരാമർശങ്ങൾ നടത്തി. സാധാരണഗതിയിൽ എന്തെങ്കിലും കലുഷിതമായ അന്തരീക്ഷം, ഒരു സമരം അല്ലെങ്കിൽ ആ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട സാക്ഷികളെ സ്വാധീനിക്കാനൊക്കെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അടിയന്തരമായി ഇങ്ങനെ ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ഒക്കെ നടക്കുക. ഇതൊരു ചെറിയ പ്രശ്നമല്ലേ, അല്ലെങ്കിൽ അതിന് ഇത്ര ദൂരസ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതി ചോദിച്ചു. മാത്രമല്ല, അങ്ങനെ എന്തെങ്കിലും വലിയ സാഹചര്യം ഉണ്ടെങ്കിലൊക്കെ അല്ലേ അങ്ങനെ സ്ഥലം മാറ്റുക എന്ന കാര്യങ്ങൾ കോടതി ചോദിച്ചു. എന്തായാലും രണ്ടു കൂട്ടരുടെയും വാദങ്ങൾ കോടതി കേട്ട ശേഷം ഡ്രൈവറോട് വേണമെങ്കിൽ കെഎസ്ആർടിസിക്ക് ഒരു പെറ്റീഷൻ കൊടുത്തൂടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ ഡ്രൈവറുടെ ഒരു പരാതി എന്നുള്ള നിലയ്ക്ക് എന്തിനാണ് ഇങ്ങനെ ഈഗോ, അത് കെഎസ്ആർടിസിയുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്ത് തീർപ്പാക്കി കൂടുന്ന കാര്യങ്ങൾ കോടതി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പരാതി ലഭിച്ചാൽ ആ വിഷയം എന്തായാലും പരിഗണിക്കാമെന്ന് കെഎസ്ആർടിസിയുടെ അഭിഭാഷകനും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ കോടതി ഈ ഹർജിയിൽ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. അമൃത.